ബീബിൻകുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഓണത്തിൻ്റെ നക്ഷത്ര വിശകലനമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളുടെ ഈ ഓണക്കാലം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രോഹിണി മകയിരം തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ ഓണക്കാലം എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ കാര്യമാണ്. അതിനു മുമ്പായിട്ട് ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നയാളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഓണക്കാലം എങ്ങനെയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും തരുന്ന ഒരു ഓണക്കാലമാണ് നിങ്ങളെ കടന്നു വരാനായിട്ടിരിക്കുന്നത്. എങ്കിലും ജീവിതത്തിലെ ജോലിയുടെ തിരക്ക് നിങ്ങളെ കൂടുതലായി അവധി സമയങ്ങൾ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയെ കൊണ്ടെത്തിക്കാറുണ്ട്. ഈ ഒരു അവധി സമയത്തും ചിലപ്പോൾ ജോലി സ്ഥാപനങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ബന്ധുസമാഗമം വരുമ്പോഴോ മറ്റുള്ള സുഹൃത്തുക്കളോടൊപ്പം ഒത്തുകൂടാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് രോഹിണി നക്ഷത്രക്കാർ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അന്നത്തെ ദിവസവും തീർച്ചയായും നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ആ ജോലി സ്ഥലത്താണ് നിങ്ങളുടെ ഓണാഘോഷം നടക്കുന്നത്. ഒപ്പം ഓണത്തിൻ്റെ അവധി സമയത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതായ ചില അവസ്ഥകൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായി ചിലപ്പോൾ സങ്കടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ വീടുകളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലീവ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളോട് സുഹൃത്തുക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം ചിലപ്പോൾ നിങ്ങളെ അലട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുൻകൂറായിട്ട് ആ സമയത്ത് വേണമെങ്കിൽ ലീവ് എടുക്കാവുന്നതുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ജോലിയെ ബാധിക്കില്ല എങ്കിൽ മറ്റ് സ്റ്റാഫുകൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലീവ് എടുത്ത് നിങ്ങളുടെ ഓണക്കാലം ഒന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ല ജോലിസ്ഥലത്ത് ആസ്വദിക്കുകയാണെങ്കിൽ തീർച്ചയായും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു കാലത്തും തൊഴിലില്ലാത്ത അവസ്ഥയില്ല. തീർച്ചയായും അവരെല്ലായ്പ്പോഴും തൊഴിലിൽ തന്നെയാണ്. സ്വന്തം തൊഴിലിനെ സ്നേഹിക്കുന്ന ആളുകളാണ് രോഹിണി നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ തേടി വരികയും നിങ്ങളുടെ കാര്യങ്ങളും സേവനങ്ങളും ഒരുപാട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ അതിന് കൃത്യമായ സമ്പത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ട്. കൃത്യമായ കൂലി പറഞ്ഞ് വേണം കാര്യങ്ങൾ നേടുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ഒരുപാട് വരുന്ന ആളുകളാണ് രോഹിണി നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൃത്യമായ കൂലിയും കണക്കും പറഞ്ഞ് മേടിക്കേണ്ട ആവശ്യമുണ്ട്. പരിചയഭാവത്തിലെത്തുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന വർക്കുകൾ മുഖേന അവർ വളരെയധികം ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ലാഭമൊന്നും കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ കൂലിയും ആവശ്യമുള്ള റേറ്റും പറഞ്ഞ് ഈടാക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നല്ലൊരു ഓണക്കാലമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് പറയുന്നു. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മകയിര നക്ഷത്രക്കാരെ കുറിച്ചാണ്. മകയിര നക്ഷത്രക്കാർ വളരെയധികം ബുദ്ധിപൂർമ്മതയുള്ള ആളുകളാണ്. പക്ഷേ എങ്കിലും സ്വന്തം ഭവനത്തിലെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് മനസ്സിൽ ആകുല ചിന്തകളും കയറുന്ന ഒരവസ്ഥ മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഈ ഒരു കാര്യത്തെ തരണം ചെയ്തിരിക്കുകയാണെങ്കിൽ ഏതൊരു ആഘോഷ സമയത്തും ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും സമാധാനങ്ങളും സന്തോഷങ്ങളും ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് മകയിര നക്ഷത്രക്കാരുടെ ഓണക്കാലം എങ്ങനെയെന്നുള്ളതാണ്. മകയിര നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളും ധാരാളം പരിചയക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഭവനങ്ങളിൽ പോയി ഓണാഘോഷം നടത്താമെന്ന് കരുതെങ്കിൽ പോലും അപ്പോൾ മകയിര നക്ഷത്രക്കാർ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ വിശദമാക്കുന്നത്. ജോലിയുടെ തിരക്ക് പോലെ തന്നെ വരുന്നൊരു കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇവർക്കും ജോലിയുടെ തിരക്ക് ഇവരെ പുറകോട്ട് വലിക്കുന്നതാണ്. അങ്ങൊരു വലിയ കാര്യം ഇവരുടെ പിന്നാലെ ഉണ്ട്. സമ്പത്തിനെ കൂടുതൽ സ്നേഹിക്കുന്ന മകയിര നക്ഷത്രക്കാരും ബുദ്ധിപരമായി ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ആളുകളുമായ മകയിര നക്ഷത്രക്കാർ തീർച്ചയായും ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുകയില്ല. ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വൃത്തിയായി ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് മകയിര നക്ഷത്രക്കാരെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു ജോലി സമയത്തും മറ്റ് വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുന്നത് കാരണം ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലത്ത് തീർച്ചയായും മറ്റോട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ജോലിയാണ് പ്രധാനമെന്നുള്ളത് മനസ്സിലാക്കുക. പരിചയക്കാരുടെ എണ്ണമുള്ളതുകൊണ്ട് അനാവശ്യ യാത്രകളും കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയലാഭം ലഭിക്കും. അതുപോലെ തന്നെ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. അതുപോലെ ജോലി സ്ഥലങ്ങളിലുള്ള ഓണാഘോഷ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായി മാറുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷവും കൂടുതൽ സ്ഥാനക്കയറ്റങ്ങൾ, പ്രമോഷനുകൾ, അതുപോലെ തന്നെ ഉയർന്ന ജോലി ശമ്പള വർധനവ് തുടങ്ങിയവയെല്ലാം ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ കിട്ടാത്ത ഒരു ജോലി സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് അംഗീകാരങ്ങളും സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ മകയിര നക്ഷത്രക്കാർക്ക് നല്ലൊരു ഓണക്കാലമാണ് വരാൻ പോകുന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചാണ്.
തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഓണത്തിനെ അറിയപ്പെടുന്നത് തന്നെ തിരുവാതിര കളിയിലൂടെയാണ്. തിരുവാതിര പോലെ തന്നെ 3-4 നക്ഷത്രങ്ങളും ഓണസമയത്ത് എടുത്തു പറയുന്ന ഒരു നക്ഷത്രങ്ങളുണ്ട്. അവയെപ്പറ്റി പിന്നീടുള്ള വീഡിയോകളിലാണ് നമ്മൾ പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ തിരുവാതിരയെപ്പറ്റി പറയുന്നു. തിരുവാതിര കളി എന്ന് പറയുന്ന ഒരു ചടങ്ങില്ലാതെ ഓണ ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക, തിരുവാതിരയുടെ പ്രാധാന്യം മനസ്സിലാക്കിയെടുക്കുക. തിരുവാതിര ഒരു നൃത്തമായും തിരുവാതിര നക്ഷത്രത്തിൻ്റെ സ്ഥാനവും അതുപോലെ തിരുവാതിര ദിവസം വരുന്ന നക്ഷത്രത്തിൻ്റെ നാളുള്ള ദിവസവും വളരെയധികം ഓണത്തിന് പ്രാധാന്യം കൂടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ധാരാളം ബന്ധുസമാഗങ്ങൾ, സ്ഥാനമാനങ്ങൾ, സമ്മാനങ്ങൾ, സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ ഇവയെല്ലാം ജീവിതത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഒട്ടനവധി വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഒട്ടനവധി സ്വർണ്ണ ആഭരണങ്ങൾ, അതുപോലെ ധാരാളം സമ്പത്ത് തുടങ്ങിയവയെല്ലാം ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കാനുള്ള സ്ഥാനങ്ങളും അതുപോലെ തന്നെ ഭാഗ്യങ്ങളും ധാരാളം യാത്രകളും ഉല്ലാസ അനുഭവങ്ങളും മാനസിക ഉല്ലാസം തരുന്ന സന്തോഷകരമായ കാര്യങ്ങളും സുഭിക്ഷമായ സദ്യയും കഴിക്കാനുള്ള യോഗം തിരുവാതിരക്കാർക്കുണ്ട്. എന്തുകൊണ്ട് സുഭിക്ഷമായ സദ്യ എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ രോഹിണി നക്ഷത്രക്കാരും മകീര നക്ഷത്രക്കാരും ഓഫീസിലാണെങ്കിൽ ചിലപ്പോൾ അന്ന് അവർക്ക് സദ്യ പോലുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള വകുപ്പ് വളരെ കുറവാണ്. സ്വന്തം ഉച്ചഭക്ഷണം കഴിക്കേണ്ടതായ അവസ്ഥയായിരിക്കും വിശേഷ ദിവസങ്ങളിലും അവർക്കുണ്ടാകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഹോട്ടലുകളിൽ പോയി കഴിക്കാമെന്ന് കരുതിയെങ്കിൽ പോലും വിശേഷത്തിൻ്റെ തിരക്ക് കൊണ്ട് ചിലപ്പം ഭക്ഷണം കിട്ടിയെന്ന് വരികയില്ല. തിരുവോണത്തിൻ്റെ ദിവസം തന്നെ ചിലപ്പോൾ അവർക്ക് പട്ടിണി കിടക്കേണ്ടതായ അവസ്ഥ വരും, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ ആ ചെറിയ ഭക്ഷണത്തിൽ അവർ ഒതുങ്ങേണ്ടതായി വരുന്നു. സദ്യ പോലുള്ള വലിയ ആഘോഷത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വരുന്നു. പക്ഷേ തിരുവാതിര നക്ഷത്രക്കാർക്ക് തീർച്ചയായും ലീവ് കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, മേലധികാരികളുടെ പ്രശംസ കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളിലൂടെ തന്നെ അവർക്ക് ധാരാളം സന്തോഷവും സമാധാനവും ബന്ധുജനങ്ങളുടെ ഭവനത്തിൽ പോകുന്നതുകൊണ്ടുമൊക്കെ ധാരാളം ഭക്ഷണങ്ങളും വയറ് നിറച്ച് കഴിക്കാനുള്ള അനുഭവങ്ങളും സമൃദ്ധി, അതായത് ആത്മനിർവൃതിയാണ്. സന്തോഷത്തോടുകൂടി ഒരു ഓണക്കാലം കടന്നുപോയി എന്നുള്ളത് അവർക്ക് പറയാനായിട്ട് പറ്റും, മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റും. അങ്ങനെയുള്ള സുഹൃത്തുക്കളും പരിചയക്കാരും ബന്ധുക്കളും എല്ലാം കൂട്ടത്തിൽ നിന്നുള്ള ആഘോഷങ്ങൾ, തിരുവാതിര കളികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓണത്തിൻ്റെ സമയത്ത് തിരുവാതിരയെപ്പറ്റി എടുത്തു പറയുന്നൊരു സമയം കൂടിയാണ്. എപ്പോഴും ദുഃഖിക്കുന്ന ഇവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന നല്ല നല്ല സമയമാണ്, നല്ല നല്ല സന്തോഷിക്കുന്ന സമയമാണ് ഈ ഒരു ഓണക്കാലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണക്കാലമാണ് എല്ലാവർക്കും എന്നുള്ളത് മനസ്സിലാക്കുക. രോഹിണി, മകീരം, തിരുവാതിര നക്ഷത്രക്കാരുടെയാണ് നമ്മളിന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഓണഫലം. അപ്പോൾ കൂടുതൽ ഓണഫലങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനും നിങ്ങളുടെ നക്ഷത്രത്തെപ്പറ്റി മനസ്സിലാക്കാനും മറ്റ് ഭാഷകളെപ്പറ്റി പഠിക്കുവാനും ഒക്കെയായിട്ട് ഈ ഒരു ബിബിക്കുട്ടൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക.